ഏട്ടാ സമയം 10 മണിയായില്ലേ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്? ഇപ്പോഴും എണീറ്റ് വന്നേ? ഇന്ന് ഞായറാഴ്ചല്ലേ സന്ധ്യ, ആ കൂടി ആഴ്ചയിൽ ഒരു ലീവാ കിട്ടുക. അന്നെങ്കിലും മനസ്സമാത്തോടെ ഉറങ്ങാൻ വിട്. രാവിലെ എന്തിനാ ഇത്രയും നേരം വിളിച്ചേ? ഇപ്പൊ ചായ എടുത്തിട്ടാ. അയ്യോ ഏട്ടാ, ഞാൻ ഇത്ര നേരമായിട്ട് അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. മേലും താഴേക്ക് അടിച്ചു തുടക്കാണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നേ, അതിനിടയ്ക്ക് കുഞ്ഞും സമ്മതിച്ചില്ല. ഏട്ടനൊരു കാര്യം ചെയ്യോ, ഒന്ന് പോയി ചായ ഇടോ, ഞാനും കുടിച്ചിട്ടില്ല. എടി, ഞാൻ നിന്നെ പോലെ വെറുതെ വീട്ടിലിരിക്കില്ല. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത് ഒരു ദിവസം ലീവ് ഇടുന്ന്. അന്നെങ്കിലും റെസ്റ്റ് എടുക്കാറുണ്ട്. രാവിലെ എണിച്ച് വിളിക്കുന്ന അവൾക്ക് ചായ ഇട്ട് കൊടുക്കണം. എത്ര എന്താ നിന്റെ വിചാരം? ആ കൂടി ചായ ഉണ്ടാക്കാൻ ചെറിയ പണിയല്ലേ, പോയി ഉണ്ടാക്കിട്ട് ആറ്. കുഞ്ഞിന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക്. ഏട്ടാ, ബാഗ് കാറിൽ വെച്ചിട്ടുണ്ടേ. പിന്നെ ഗ്ലാസ് ഒക്കെ ആകെ പൊടി പിടിച്ചെടുക്കാം. ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരാം. പിന്നെ കുഞ്ഞ് അതിനകത്തുണ്ടേ, ഒന്ന് ശ്രദ്ധിക്കണേ. നീ ഇതെന്താക്കി വെച്ചാടി? ഇങ്ങനെ ഷട്ട് അയൺ ചെയ്യാ? അതേട്ടാ, ഞാൻ അയൺ ചെയ്യുമ്പോ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയൺ ബോക്സ് ഓഫ് ആക്കിയിട്ട് ചെറിയ ചൂടിൽ തേച്ച് വെച്ചതാ. എന്നാലും ചുളിവൊക്കെ മാറിയിട്ടില്ലേ? അങ്ങനെ ചുളിവ് മാറിയാ പോരാ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഞാൻ നിന്നെ പോലെ വീട്ടിലിരിക്കല്ലോ, ഓഫീസിൽ പോ. വേഗം വെള്ളം എടുത്ത് കഴുകു. എന്താ സന്ധ്യ, മാങ്ങ പറിക്കുകയാണോ? ആവാൻ ചേച്ചി, കുറച്ച് ചെമ്മീന് കിട്ടിയിട്ടുണ്ടേ. അപ്പൊ അതിലിടാൻ മാങ്ങ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. അത് ശരിയാണ്, ചെമ്മീനിൽ മാങ്ങയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ വിഷുവായിട്ട് പുതിയ മോഡൽ ചുരിദാർ കൊണ്ടുവന്നു മോളെ, നോക്കണോ? വേണ്ട ചേച്ചി, പിന്നെ നോക്കാം. ഞാൻ ആർക്കും കൊടുക്കാണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്നാ മോൾ ഒരെണ്ണമെങ്കിലും എടുക്ക്. വേണ്ട ചേച്ചി, ചേച്ചി വേറെ ആർക്കെങ്കിലും കൊടുത്തോ? അല്ലടോ, ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഈ മാസത്തിൽ 2-3 ചുരിദാറൊക്കെ എടുക്കുന്നതാണല്ലോ. ഇപ്പൊ കൊറേ കാലമായി ഒന്നും എടുക്കുന്നില്ല. എന്ത് പറ്റിയതാ? അന്നൊക്കെ എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ ചേച്ചി. അപ്പൊ പിന്നെ ആരുടെ മുന്നിൽ കൈനീട്ടുണ്ടല്ലോ. ഇപ്പൊ പിന്നെ കുഞ്ഞായതിനു ശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇനി ഈ ചുരിദാർ എടുക്കണമെങ്കിലേ ഏട്ടൻ്റെ അടുത്ത് 100 കണക്ക് പറയണം. അതൊന്നും കഴിയില്ല ചേച്ചി എനിക്കിപ്പോ. മോള് പറഞ്ഞത് ശരിയാ. ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഒരു 10 രൂപ പണി മൂപ്പന്റെ കൈയും കാലും പിടിക്കണം. പിന്നെ ഞാൻ ഈ പണിക്കങ്ങ് ഇറങ്ങി. കൊറേ മൂപ്പര് പോകണ്ട പറഞ്ഞു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നമുക്ക് 10 രൂപ വേണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. പ്രതികരിച്ചാലേ മോളെ ഇക്കാലത്ത് വല്ലതും നടക്കും. ആവശ്യത്തിന് പൈസയൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേച്ചി. ഈ വീട്ടിലെ പണിയും കുഞ്ഞിന്റെ കാര്യമൊക്കെ എത്ര ചെയ്താലും ഒരു പണിയും ചെയ്യാണ്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കാന്നാ ഏട്ടൻ എപ്പോഴും പറയുന്നത്. ഒരു വിലയും തരില്ല ചേച്ചി, എന്നും ചീത്ത മാത്രം. ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഈ മിക്കവാറും ആണുങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് മോളെ. വീട്ടിലെ പണിയൊക്കെ തനിയാകുന്ന അവന്റെയൊക്കെ വിചാരം. ഒറ്റ ദിവസം വീട്ടിലെ പണി ചെയ്ത് നോക്കിയാൽ അറിയാം അവർക്ക് അതിൽ കഷ്ടം എന്താന്നുള്ളത്. എന്തായാലും ഞാൻ അവനെ കാണട്ടെ, സംസാരിക്കുന്നുണ്ട് കേട്ടോ മോളെ. ശരി എന്നാ. എന്താണ് നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഒരു പണിയിലും മര്യാദയ്ക്ക് ചെയ്, വെച്ചിട്ട് പോവാന്ന്. രാവിലെ തന്നെ വെറുപ്പിക്കാൻ വേണ്ടി. എന്താ സുജിത്തെ, ആരെയാ വഴക്ക് പറയുന്നത്? ഭാര്യനെയാണോ? പിന്നല്ലാണ്ട് ആരെയാ പഞ്ചായച്ചേ? വീട്ടിൽ ഒരു പണി മര്യാദയ്ക്ക് ചെയ്യുന്നില്ലേ? എന്ത് പണി ചെയ്താലും പകുതിയിട്ടങ്ങ് പോകും. എന്ത് പറഞ്ഞാലും കുഞ്ഞിന്റെ ബാക്കിലാന്ന്. ഒരടുക്കും ചീട്ടില്ലാത്ത പെണ്ണ. സുജിത്തെ, കുഞ്ഞിന് നോക്കാൻ ചില്ലറ പണിയൊന്നും അല്ലാട്ടോ. അത് നോക്കുന്നവർക്ക് അതിന്റെ കഷ്ടം അറിയും. എന്ത് കുഞ്ഞു പഞ്ചായച്ചേ, ഇവിടെ ആർക്കാ കുട്ടികളില്ലാത്ത? ഇതാണെന്നോ അല്ലേ വെറും മടി. ഒരു വീട്ടിൽ എന്ത് പണിയുണ്ട് പറ്റാ? അതും കൂടി ചെയ്യാൻ പറ്റാത്ത ഇവൾക്ക് എന്ത് പെണ്ണാ? ഇവൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല. പിന്നെ സുജിത്തെ, ഇവിടെ രാധികന്റെ മോളെ ഇപ്പൊ വീട്ടുപണിക്കൊക്കെ പോകുന്നുണ്ട്. അവളാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, നല്ല വൃത്തിക്ക് വീട്ടിലെ ജോലി ചെയ്യും അവള്. അങ്ങനെയാണെങ്കിൽ സുജിത്ത് 2-3 മാസം ആ കുട്ടിനെ വീട്ടിലെ ജോലിക്ക് നിർത്തി നോക്ക്. സുജിത്തിന്റെ പരാതി തീരുമല്ലോ. വനചേച്ചി പറഞ്ഞാലും കാര്യം കേട്ടോ. വെറുതെ ഇവിടെ ചെയ്ത് പറഞ്ഞ പ്രഷർ കൂട്ടാനൊക്കെ നല്ലത് ഒരാളെ ജോലിക്കൊക്കെ തന്നെ. 10 രൂപ പോയാലെന്താ? വീട് വൃത്തിയാവും ചെയ്യും, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാം.
സുജിത്ത് പറഞ്ഞത് കറക്റ്റ് തന്നെയാ. പിന്നെ വീട്ടിലെ പണിക്ക് അനുസരിച്ചിരിക്കണ്ട അവള് ശമ്പളം ചോദിക്കുക. അതൊന്നും സാരമില്ലേ. അല്ലെങ്കിൽ ആ വീട്ടിൽ ഇപ്പൊ എന്ത് വേണ്ട, കുറച്ച് അടിക്കണം, തുടയ്ക്കണം, പാത്രം ചെയ്യണം, ഭക്ഷണം, അതൊക്കെ ഒരു പണിയാണോ? ഒരു കാര്യം ചെയ്യാം, പിന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽ അവരോട് വരാൻ പറയോ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ വരാൻ പറയാ. പിന്നെ ശമ്പളമൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ കേട്ടാ. ആ ആയിക്കോട്ടെ, ശരി. കുറച്ചു കാലം മനസ്സമാനം കിട്ടുമല്ലോ. സാറേ ചായ. അടിപൊളി ചായ ആണല്ലോ. താങ്ക് യു സാർ. പിന്നെ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? ഇഡ്ഡലി വേണോ, ദോശ വേണോ, മസാല ദോശ വേണോ, പൂരി വേണോ, അതോ പത്തിരി വേണോ? അയ്യോ, അവിടെ എപ്പോഴും എനിക്കൊരു ചമ്മന്തി ദോശയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ സാറിന് മസാല ദോശ ഉണ്ടാക്കി തരാം. അതിന് പൂരി, ചപ്പാത്തി, ഉപ്മാവ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ആ പിന്നെ സാറിന് മസാല ദോശക്ക് ചട്നി വേണോ, സാമ്പാർ വേണോ, അത് രണ്ടും വേണോ? എനിക്ക് ചട്നി മതി. എന്നാ സാർ 10 മിനിറ്റ് പേപ്പർ വായിച്ചിരിക്കേ, അപ്പൊ അത് ഞാൻ ഫുഡ് റെഡി ആക്കാം. ഓ, കുറച്ചുകൂടി നേരത്തെ ജോലിക്ക് നിർത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഇപ്പൊ വീട്ടിലൊരു ഐശ്വര്യമുണ്ട്. സാറേ, കാർ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഗും ഫയലും ബാക്ക് സീറ്റിൽ വെച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, താങ്ക് യു. പിന്നെ ലഞ്ചിന് സാറിന് ഇഷ്ടപ്പെട്ട നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവൻ കഴിക്കണേ. ഓ ഞാൻ കഴിച്ചോളാം. കണ്ടു പഠിക്കടേ അവളെ. കാറൊക്കെ ഉണ്ടല്ലോ ദിവസം ക്ലീൻ ആക്കും. വന്നിട്ട് 2 ആഴ്ചയിലായാലും ഫ്ലോർ നോക്ക് കണ്ണാടി പോലെ ഉണ്ട്. ഭക്ഷണത്തിനൊക്കെ എന്താ ടേസ്റ്റ്. അതാണ് പെണ്ണ്. എനിക്കുണ്ട് ഒരു ഭാര്യ. സാറേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ എന്നാ ആയിക്കോട്ടെ. പിന്നെ സാറേ, ഞാൻ വന്നിട്ട് 1 മാസം തികയാണ്. സാലറി. ഓ സോറി, ഞാനൊന്നും പറഞ്ഞു. ഒറ്റ മിനിറ്റ് ഞാൻ കൊണ്ടുവരാം. സന്ധ്യ, അലമാന്റെ കീ അടിച്ച്. അതാ ഡ്രസ്സിംഗ് ടേബിളിൽ തന്നെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്തോ, ആ അലമാര തന്നിട്ട് ഒരു 6000 രൂപ എടുത്തു തരും. അവർക്ക് ശമ്പളം കൊടുക്കാനാ. 6000? എന്താടി 6000 കൊടുത്താൽ എന്താ? എത്ര നന്നായിട്ട് അവളോട് പണിയെന്ന്. പിന്നെ അവള് ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വീട്ടു ജോലിക്ക് 5000 ഉണ്ടാവുള്ളൂ. ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുക്കാണ്ട. നീ പോയി വേഗം എടുത്തിട്ടാ. പിന്നെ ജോലിക്ക് വരുന്ന സമയത്ത് ശമ്പളം ചോദിച്ചില്ലായിരുന്നു. എത്ര ശമ്പളം? ടൗണിലൊക്കെ 25,000 സാലറി. പിന്നെ ഇവിടെ അടുത്തല്ലേ, ട്രാവലിംഗ് കുറവല്ലേ, അതുകൊണ്ട് 20 മതി. എത്ര? 20,000 സർ. 20,000 രൂപയോ? ഈ ചെറിയ പണിക്കോ? ചെറിയ ജോലിയോ? ഈ വീട്ടുപണിയോ? സാർ എന്താ ഈ പറയണത്? രാവിലെ എനിക്ക് മുറ്റം അടിക്കണം, ഈ വീട്ടിലെ എല്ലാ റൂമും അടിക്കണം, തുടയ്ക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം, ആ പാത്രം കഴുകണം, ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം, വീണ്ടും അടിക്കണം, തുടയ്ക്കണം, നൈറ്റ് ഡിന്നർ ഉണ്ടാക്കണം, അതിനിടയ്ക്ക് വേറെ പണിയും. പിറ്റേ ദിവസം ഇതേ ജോലി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതാണോ സാറേ ചെറിയ ജോലി? ഈ പറഞ്ഞതൊക്കെ ഈ വീട്ടിലെ പണിയാ? അതെന്താ സാറേ, ഇത്രയായിട്ട് ഒരു വീട്ടിലെ പണി എന്തൊക്കെയാന്ന് അറിയില്ലേ? പിന്നെ മുഴുവൻ എമൗണ്ടും ക്യാഷ് ആയിട്ടില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? ആ അത് മതി സാറേ. ഞാൻ ഇവിടെ തന്ന നമ്പറിലേ ഗൂഗിൾ പേ ഉണ്ട്, അതിൽ ചെയ്താൽ മതി. ഓ ആയിക്കോട്ടെ. ആ എന്നാ വരുന്നേ. ശരി. എനിക്ക് ആ കൂടി 25,000 സാലറി ഉള്ളൂ. അല്ല 20,000 ഇവിടെ കൊടുത്ത ചെലവിന് എന്താക്കാനാ? വീട്ടു ജോലിക്ക് ഇത്രയും പൈസയോ? ആ വന ചേച്ചി, പിന്നെ വീട്ടു ജോലിക്ക് നാളെ മുതൽ അവരോട് വരണ്ട പറയോ? എനിക്ക് നേരിട്ട് പറയാൻ ഒരു മടിയായിട്ട്. അയ്യോ, അവര് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, എനിക്ക് രാവിലെ 10 മണിക്ക് പോയാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എത്തും. പിന്നെ ഞാനും അവളും കൂടി സഹായിച്ച പെട്ടെന്ന്. ഓ ഓ ഓ ശരി.
ഏട്ടന് ഇപ്പൊ മനസ്സിലായോ വീട്ടു ജോലിക്ക് ഒരാളിനെ വെച്ചാ അവർക്ക് മാസം എത്ര ശമ്പളം കൊടുക്കണമെന്ന്? ഇത്രയും ജോലിക്ക് 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ ഏട്ടാ ഞങ്ങളെ പോലുള്ള സ്ത്രീകള് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നിങ്ങളെ പോലത്തെ ഭർത്താക്കന്മാര് മനസ്സിലാക്കുന്നില്ല. അവസാനം ഞങ്ങൾക്ക് കിട്ടുന്ന കൂലിയോ എല്ലാത്തിനും കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവസാനം നിങ്ങളുടെ വായിലിരിക്കുന്ന ചീത്ത മൊത്തം ഞങ്ങൾ കേൾക്കുക അല്ലേ? വീട്ടു ജോലി ചെയ്യുന്നതിന് ഒരു മടിയില്ല ഏട്ടാ, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ചെയ്തു തന്നിട്ടും ഒരു പണിയും ചെയ്യണ്ട് വെറുതെ വീട്ടിലിരിക്കാന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ, ആ വേദന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലൊരു ജോലിക്കാരി എല്ലാ വീട്ടിലും വേണം. വീട്ടു ജോലിയും കുഞ്ഞിന് നോക്കലും ചെറിയ പണിയല്ല, അതിലൊരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാത്ത ഇതുപോലത്തെ ഒരുപാട് ആണുങ്ങളുണ്ട്. എത്ര വൃത്തിയായി വീട്ടു ജോലി ചെയ്താലും അവർക്ക് ഭർത്താവ് ചാർത്തി കൊടുക്കുന്ന ഒരു പേരുണ്ട്, ഒരു പണിയും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്നവളെന്ന്. സത്യം പറഞ്ഞാൽ പുറത്ത് ജോലിക്ക് പോകുന്ന ആണുങ്ങൾക്ക് അവർക്ക് ലീവുമുണ്ട്, ശമ്പളവുമുണ്ട്. അതിനേക്കാളും കഷ്ടപ്പെട്ട് വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം പോലും ലീവുമില്ല, 1 രൂപ പോലും ശമ്പളവുമില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.